ഭയങ്കര മഴയാണ് ഇന്ന് ഒടുക്കത്തെ മഴ. നിങ്ങളിങ്ങോട്ട് ഉള്ളിലേക്ക് കയറുന്നോളേ. അല്ല ഞാൻ അപ്പുറത്ത് കുഴപ്പമില്ല, കയറുന്നോളേ. എവിടുന്നാ വരണേ? നിങ്ങളവിടെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. കാണാൻ വഴിയില്ല. ഞാൻ ഇവിടെ ആളല്ല, ഞാൻ വലിയൊരു കമ്പനി എടുത്ത ആളാ. അപ്പോൾ അങ്ങനെ ഒരു വേറെ ആൾ സുഹൃത്തിനെ കാണാൻ വന്നതാ. അപ്പോൾ മഴ കാരണം കയറുന്നതാണ്. എന്ത് കമ്പനിയാ? അത് വലിയൊരു കമ്പനിയാണ്. അത് കമ്പനി എന്താ വെച്ചാൽ ഈ കറുവത്തുംകായ, അതേമാതിരി ചക്ക, മാങ്ങ, അതിൻ്റെ ഒരു കമ്പനിയാണ്. കറുവത്തുംകായ്, ചക്ക, ഇതൊക്കെ നിങ്ങളെ കമ്പനി? ഞങ്ങളുടെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടപ്പോൾ വലിയൊരു കമ്പനിയാന്ന് വിചാരിച്ചു. ഇതപ്പോ നിങ്ങൾ ഈ കറുവത്തുംകായ്, ചക്ക ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കും വേണ്ട സാധനം, പക്ഷെ എനിക്ക് സാധനം ആവശ്യമുണ്ട്. ഈ ചക്കയും മാങ്ങയും ഈ കറുവത്തുംകായൊക്കെ ഇവിടെ വീണ് പോവാണ്. നാറിയിട്ട് ഇറക്കാൻ പറ്റണില്ല. ഒരു മനുഷ്യന്റെ കുട്ടിക്ക് അത് വേണ്ടേ? നിങ്ങൾ വേണമെങ്കിൽ അത് വെറുതെ എടുത്തോളൂ. ഇപ്പൊ നിങ്ങളെ വീട്ടില് സാധനങ്ങൾ വീണ് പോവാണ്. പിന്നെ എന്ത് ചെയ്യും? അത് നിങ്ങൾ വലിയ വില കൊടുത്തിട്ട് മാർക്കറ്റിൽ വാങ്ങും. അങ്ങനത്തെ ഒരു കമ്പനിയാണ് ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരുന്നത്. ഈ സാധനം നിങ്ങൾക്കിപ്പോൾ വേണ്ട. ഈ സാധനം ഞാൻ പല കുപ്പിയിലും പല ബോട്ടിലും ആക്കിയിട്ട് ഈ സാധനം ഞാൻ ഇറക്കുമതി ചെയ്യും. നാട്ടിൽ പ്രാബല്യത്തിലെത്തും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ വലിയ വിലയ്ക്ക് ഇത് വാങ്ങിക്കൊണ്ടിരണം. അപ്പം നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആവും അല്ലേ? അപ്പോൾ ഇത് കറുപ്പങ്കായാണോ, അത് മാങ്ങയാണോ, ചക്കയാണോ എന്ന് അപ്പോൾ അറിയില്ല. അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങുന്നത് 2 ബോട്ടിൽ വാങ്ങും. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ സാധനം നിങ്ങളൊന്ന് ചളിപ്പാക്കിട്ടേ ഇതൊന്ന് കൊണ്ടുപോകുമെന്ന്. ആറിയിട്ട് നടക്കാൻ വയ്യപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ ആ സാധനം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് പല പല ബോട്ടിലായിട്ട് ആ കടയിൽ നിന്ന് മേടിച്ചിടുമ്പോൾ 200 രൂപ 300 രൂപ സാധനം വരാം ബോട്ടിലിന്. അത് നിങ്ങൾ കൊന്നത് കഴിക്കും. അപ്പം നിങ്ങൾക്ക് നാറിലുമില്ല, പൂക്കിലൊന്നുമില്ല. അപ്പം അതിൻ്റെ ആ ടേസ്റ്റ് എന്തെങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോഴുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ആ ഇത് കിട്ടുക. കുട്ടികൾ വന്നാൽ പറയും, അച്ഛാ എനിക്ക് കറുത്തിൻ്റെ അത് മതി. വേറെ കുട്ടി പറയാം, അച്ഛാ എനിക്ക് എന്ത് ചെയ്യണു, പിന്നെ ചക്കര ക്രീം ഉണ്ടല്ലോ, മാങ്ങ മാത്രം മതി. മാങ്ങ വേറെ കുട്ടി പറയും. ഇതൊക്കെ നിങ്ങൾ നാട്ടിൽ വീണ് പോവും. പക്ഷെ ഞങ്ങൾക്ക് അത് വലിയൊരു മുതലെടുപ്പാണ്. അതല്ല ഞങ്ങൾ ഇതിന് വളരാൻ കാരണം. നിങ്ങൾക്ക് വേണ്ടാത്തത് എന്താണ് അത് ഇട്ടിട്ടാണ് ഞങ്ങൾ വളരുന്നത്. മനസ്സിലാണ്ടോ? ആ ആയിക്കോട്ടെ, ശരി, എന്നാ പിന്നെ കാണാം. അയാൾ പറഞ്ഞത് കാര്യട്ടോ. ചക്കയും മാങ്ങയും കറുവത്തുംകായൊക്കെ വെറുതെ വലിച്ചെറിയണ സാധന. അതൊക്കെ ഇപ്പൊ ക്രീമായിട്ട് വരുന്നത്.